യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നിനക്കറിയില്ല ഇവള് ചെയ്ത തെറ്റെത്ര വലുതാണെന്ന്. പാവം ദർശന അച്ഛനും അമ്മയ്ക്കും ബലിയിടാൻ പോയതിനാ ഇവൾ അധിക്ഷേപിച്ചത്. ഇവളോട് ക്ഷമിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ തന്നെ ഇവിടുന്ന് ഇറങ്ങാം. ഇവള് കാരണം നമുക്ക് ഇനി ഇവിടെ നിൽക്കാനുള്ള യോഗ്യത ഇല്ലാതായി. പക്ഷേ ഇവളുടെ ശവം മാത്രം നമ്മളിവിടുന്ന് കൊണ്ടുപോകും. ജീവനോട് ഇവിടുന്ന് പടിയിറങ്ങുന്നത് നീയും ഞാനും മാത്രമാ. ഈ ഭ്രാന്ത് പിടിച്ചവളെ ഇനി നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഇവളുടെ ശവം ഈ മുറ്റത്ത് തന്നെ വീഴണം. അമ്മ ഇപ്പൊ അങ്കിളിനെ തടയും, എന്നിട്ട് ഇവരോട് ക്ഷമിക്കും. ഒരു പണി കൊടുത്തേ പറ്റൂ. അങ്ങനെ ഇവളെ കൊല്ലും. എന്താ പറ്റിയത്? കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ചേച്ചി വെള്ളം എടുക്ക്. എന്താ പറ്റിയത്? ഒന്ന് പിടിക്കല്ലോ. വേണ്ട, കുഴപ്പമില്ല, എനിക്കൊന്ന് കിടന്നാ മതി. റൂമിലേക്ക് പോ. പാവം അവനെന്ത് പറ്റിയാവോ? പവി, എന്താ ചേച്ചി? എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. ഗിരിജ ഇനി മരുവത്തൂരിൽ ഉണ്ടാവരുത്. അയ്യോ, ഇപ്പോ എങ്ങനെയുണ്ട് മോനെ? ഞാനിവിടെ കുറച്ച് സമയം ഇരിക്കട്ടെ, നിങ്ങളൊക്കെ പൊയ്ക്കോ. ഹോസ്പിറ്റലൊന്നും പോകുന്നതല്ലേ നല്ലത്. അതൊന്നും വേണ്ട, ഒന്നും മയങ്ങി എഴുന്നേക്കുമ്പോ എല്ലാം മാറും. മോനെ, മോനെ, എന്താ പറ്റിയത്? അമ്മ പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. കുറച്ചു നേരം ഇരിക്കുമ്പോ അതങ്ങ് മാറിക്കോളും. തോക്ക് കണ്ടപ്പോ പേടിച്ചു പോയതായിരിക്കും. നിങ്ങൾ എല്ലാരും ഒന്ന് പോയേ, ഞാൻ കുറച്ചു നേരം ഒന്ന് സമാധാനമായിട്ട് ഇരിക്കട്ടെ. ഗീതമ്മേ, പോയൊരു ചായ ഇട്ടോണ്ട് വാ. അയ്യോ, അതൊന്നും വേണ്ട, നിങ്ങൾ എല്ലാരും ഒന്ന് പോയേ, ഞാനൊന്ന് ഇവിടെ ഇരുന്നോട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ വരഞ്ജിനി. മോളെ, മോനെ റൂമിൽ കൊണ്ടുപോയി കിടത്ത. നല്ല ക്ഷീണം. അയ്യോ അമ്മ, അതൊക്കെ ഞാൻ പിന്നെ പോയി കിടന്നോളാം. അമ്മ ഒന്ന് പോയേ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മ ഒന്ന് പോ. ആ ചെല്ലമ്മേ, ചെല്ല്. എന്റെ മിടുക്കാ, എന്തൊരു ബുദ്ധിയാ കാണിച്ചത്. ഇല്ലെങ്കിലേ അമ്മ അന്നേരം തന്നെ അവരോട് ക്ഷമിച്ചേനെ. ഒറ്റ ബോധകേടല്ലേ, രൂപേഷേട്ടൻ അത് പൊളിച്ചു കളഞ്ഞു. ഇത്രയൊക്കെ ബുദ്ധി കയ്യിലുണ്ടായിരുന്നല്ലേ. പവിയങ്കള് തോക്ക് ചൂണ്ടിയപ്പോഴേ എനിക്ക് മനസ്സിലായി പണി പാളാൻ പോവാന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ ബോധം കെട്ടങ്ങ് വീണു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഐഡിയ?
ഇതുകൊണ്ടൊന്നും അവരിവിടുന്ന് ഇറങ്ങിപ്പോവെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ, അതിനുവേണ്ടി അവര് വേറെ എന്തെങ്കിലും ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഏയ് ഇല്ല ദർശനെ, അവർക്ക് പോകാതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ശക്തമായിട്ടാ അമ്മ അവരോട് പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ. ഗിരിജാൻ്റെയോട് അമ്മ ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇത്തവണ അവർ ശരിക്കും പെട്ടു. അമ്മ ഇതെന്താ എത്ര ലേറ്റ് ആയത്? ബലികർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ദർശന പോയപ്പോ തന്നെ വൈകി. അമ്മയോട് ദർശനം ഏതെങ്കിലും സംസാരിച്ചോ? ബലി നടക്കുന്നതിനിടയിൽ എന്ത് സംസാരിക്കാൻ പറ്റും? ബലിയിടാൻ വരുന്നെന്ന് അവള് പറഞ്ഞു. ഞാൻ അവിടെ വരെ പോയി. അല്ലാതെ മറ്റൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഒരു തവണ അമ്മ പോയി പരാജയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. എങ്കിലും ഒന്നുകൂടി വേണ്ടടാ, തൽക്കാലം അതിന് സമയമായിട്ടില്ല. ഇനി അവളോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അഞ്ജനയ്ക്ക് നിന്റെ കാര്യത്തില് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എനിക്ക് ദർശനയോട് സംസാരിക്കാൻ കഴിയൂ. അമ്മ ചോദിച്ചുകൊണ്ട് ദർശന നിസ്സാരമായിട്ട് അത് തള്ളിക്കളഞ്ഞു. നമുക്കേ അച്ഛനോട് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലോ? അച്ഛനെ കൊണ്ട് സംസാരിപ്പിക്കാലോ? നല്ല കാര്യായി. സ്വന്തം മകനായ നിന്നേക്കാൾ നിന്റെ അച്ഛൻ ഇഷ്ടവേ കൂടപ്പിറപ്പിന്റെ മക്കളോട് തന്നെയാ. അവരോടൊക്കെ അച്ഛൻ സ്നേഹം കാണിച്ചിട്ടുണ്ടാവും. കൂടപ്പിറപ്പിന്റെ മക്കളാണെന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ അതിനൊന്നും ഒരിക്കലും സ്വന്തം മകനേക്കാൾ വലിയ സ്നേഹത്തിന്റെ ബലം ഉണ്ടാവില്ല. സ്വന്തം മകന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അച്ഛൻ ഉറപ്പായിട്ടും ചോദിക്കുന്ന എന്റെ വിശ്വാസം. നീ വെറുതെ നിരാശപ്പെടണ്ട. ആ വഴി നമുക്ക് ആലോചിക്കാവുന്നതാ. പക്ഷേ ഇതിനേക്കാളും ഏറ്റവും നല്ല വഴി നീ അഞ്ജനയെ എങ്ങനെയെങ്കിലും നിന്റെ വഴിക്ക് കൊണ്ടുവരുന്നതാണ്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നാമത് അവള് വളരെ ചെറിയ കുട്ടിയാ. 18 വയസ്സ് കഴിഞ്ഞെങ്കിലും അവളിപ്പോഴും ഒരു കുട്ടിത്തം വിടാത്തൊരു പെണ്ണ. അല്ല, രൂപേഷിന്റെയും ദർശനയുടെയും സ്നേഹത്തിന്റെ തണലില്ല അവളിപ്പോഴും. എന്നാലും ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. ഇനിയേ ശ്രമിച്ചാ പോരാ, എന്ത് വില കൊടുത്തും അത് നടപ്പാക്കണം. നിനക്ക് അനുകൂലമായ ഒരു വാക്കെങ്കിലും അവളുടെ ഭാഗത്തുനിന്നുണ്ടായ ദർശന 100 വട്ടം സമ്മതിക്കും. മതി. അഞ്ജു, ദോശ വേണോ? മതി മതി. മോള് കഴിക്കുന്നില്ലേ? എനിക്ക് വിശക്കുന്നില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. മോനെ, ഹോസ്പിറ്റലിൽ വല്ലതും പോണോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഏട്ടത്തി ആകെ വിഷമിച്ചിരിക്കുക. ഞാൻ ആകെ പേടിച്ചുപോയി. അബദ്ധത്തിലെങ്ങാനും പവിത്രന്റെ കയ്യിൽ നിന്ന് ആ തോക്ക് പൊട്ടി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അത് പൊട്ടില്ല. അതെന്താ മോളെ, ആ തോക്ക് ഒറിജിനൽ അല്ലേ? തോക്ക് ഒറിജിനലാ, പക്ഷെ അവര് വിചാരിച്ചതുപോലെ ആ സീൻ വർക്കൗട്ട് ആയില്ല. അല്ലേ രൂപേഷേട്ടാ? അപ്പച്ചി, കുറച്ച് വെള്ളം എടുത്തോണ്ട് വരുമോ? ഞാനവിടെ ആ തലചുറ്റല് നാടകം അവതരിപ്പിച്ചില്ലെങ്കിൽ കാണായിരുന്നു. പവിയങ്ങളുടെ സെന്റിമെന്റ്സ് അവിടെ വർക്കൗട്ട് ആവുമായിരുന്നു. അമ്മ അതിൽ കയറി പിടിക്കുകയും ചെയ്തേനെ. എന്നാലും താൻ ആരെയും വിളിക്കാതെ ബലിയിടാൻ പോയത് ശരിയായില്ല. എന്നെ കൂടെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കൂടെ വരില്ലായിരുന്നോ? അല്ലേ?
ഞാൻ നോക്കുമ്പോഴേ രൂപേഷ് ഏട്ടൻ നല്ല ഉറക്കമായിരുന്നു. വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ബലിയിടാൻ പോകുമ്പോ അച്ഛനും അമ്മയും എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നും.